നമ്മൾ അടുത്തായിട്ട് ഇനി കാണാൻ പോകുന്നത് M23C12DC കേരള എക്കണോമി ബ്ലോക്ക് 3 സ്റ്റേറ്റ് ഫിനാൻസിലെ യൂണിറ്റ് 3 ആണ്. ഫിസിക്കൽ ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവൺമെൻറ് ഫിനാൻസ് ആണ് ഈ യൂണിറ്റിൽ നമ്മൾ അറിയാൻ വേണ്ടി പോകുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്നത് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്, ഫിനാൻഷ്യൽ റിസോഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റീസ് എന്നിവ ഹയർ ലെവൽ ഓഫ് ഗവൺമെൻറ്റിൽ നിന്ന് ലോക്കൽ ഗവൺമെൻറ്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അതിനാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇന്ത്യയിൽ ഡീസെൻട്രലൈസേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലെജിറ്റിമസി നേടിയത്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് അതിന് വന്നത് 73-ാമത്തെയും 74-ാമത്തെയും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് വഴിയാണ്. ഇപ്പോൾ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റീസിനും കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് നൽകി. കേരള ഈ ഡീസെൻട്രലൈസേഷൻ മെക്കാനിസം ഏറ്റവും എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത സ്റ്റേറ്റുകളിലൊന്നാണ്. കേരള പഞ്ചായത്ത് രാജ് ആക്ട്, കേരള മുനിസിപ്പാലിറ്റി ആക്ട് എന്നിവ 1994 ഇംപ്ലിമെൻ്റ് ചെയ്യുകയും എനാക്ട് ചെയ്യുകയും ചെയ്തു. ഇത് ഒരു ലീഗൽ റിഫോം മാത്രമായിരുന്നില്ല, ഗ്രാസ് റൂട്ട് ലെവലിൽ ഗവേണൻസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു മേജർ ഡെമോക്രാറ്റിക് ഗവേണൻസ് റിഫോം തന്നെയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കേരളത്തിലെ ഡീസെൻട്രലൈസേഷൻ്റെ ഒരു റിയൽ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1996 ആരംഭിച്ച പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിനായിരുന്നു. സ്റ്റേറ്റ് പ്ലാൻ ഔട്ട്ലേയുടെ ഏകദേശം 35 മുതൽ 40% ലോക്കൽ ഗവൺമെൻറ്റ്സിലേക്ക് ഡിവോൾവ് ചെയ്തിട്ട് ഇത് ഇന്ത്യയിലെ മേജർ അംബീഷ്യസ് ആയിട്ടുള്ള ഡീസെൻട്രലൈസേഷൻ ഇനിഷ്യേറ്റീവ്സിലൊന്നായിട്ട് മാറ്റുവാനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കഴിഞ്ഞു. ട്രഡീഷണൽ ടോപ്പ് ഡൗൺ പ്ലാനിംഗ് മോഡലെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ബോട്ടം അപ്പ് പാർട്ടിസിപ്പേറ്ററി പ്ലാനിംഗ് പ്രോസസ്സ്, അങ്ങനെ ഒരു മോഡൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഗ്രാമസഭകൾ, വാർഡ് കമ്മിറ്റികൾ എന്നിവ ലോക്കൽ ഡിപ്ലോയ്മെൻറ്റ് പ്രയോറിറ്റീസ് ഡെവലപ്പ് ചെയ്യാനും ഡിസൈഡ് ചെയ്യാനും എംപവർ ചെയ്ത അതോറിറ്റീസ് ആവുകയും റോഡ്, വാട്ടർ സപ്ലൈ, ഹെൽത്ത് സെൻറ്റേഴ്സ്, അംഗൻവാടി പോലുള്ള ലോക്കലായിട്ടുള്ള ഇഷ്യൂസ് ഡയറക്റ്റ്ലി ആളുകൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു മോഡലായിട്ട് ഇത് മാറി. അതുകൊണ്ട് കേരള മോഡൽ ഡീപ്പ് ഡീസെൻട്രലൈസേഷൻ എന്ന പേരിൽ ഒരു നാഷണൽ റെക്കഗ്നേഷൻ തന്നെ നേടുകയും ചെയ്തു. എന്തൊക്കെയാണ് ഇതിൻ്റെ മേജർ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള ഡീസെൻട്രലൈസേഷൻ മോഡലിലെ ഒരു സ്ട്രെങ്ത് ഫിനാൻഷ്യൽ ഡെവല്യൂഷൻ മാത്രമല്ല, ഒരു ഫങ്ഷണൽ ഓട്ടോണമി, അവർക്കൊരു കൃത്യമായിട്ട് ഒരു സ്വാതന്ത്ര്യോടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ്, ആളുകളുടെ തുല്യ പങ്കാളിത്തത്തോടെ ഉണ്ട്. ലോക്കൽ ഗവൺമെൻറ്റ്സിൻ്റെ 5-year പ്ലാൻസും ആനുവൽ പ്ലാൻസും സെക്ടറൽ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അവർക്കിവിടെ വരുന്നുണ്ട്. ടെക്നിക്കൽ സപ്പോർട്ടിന് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, കില പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രത്യേകം പങ്കുവഹിച്ചു. കപ്പാസിറ്റി ബിൽഡിങ് കേരള മോഡലിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒരു കമ്പോണൻ്റ് തന്നെയാണ്. അപ്പോൾ കേരള മോഡൽ എന്ന് പറയുമ്പോൾ ഈ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും അതിലൊരു കൃത്യമായിട്ടുള്ളൊരു റോള് വഹിക്കുന്നുണ്ട്. സോഷ്യൽ ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ് എന്നിവ അക്കൗണ്ടബിലിറ്റി സ്ട്രെങ്തൻ ചെയ്യുവാനും ഗവേണൻസ് കൂടുതൽ ട്രാൻസ്പെറൻറ്റും പാർട്ടിസിപ്പേറ്ററി ആക്കാൻ, ആളുകളുടെ പങ്കാളിത്തവും അതുവഴി സുതാര്യത ഉറപ്പുവരുത്തുവാനും ഇത് സഹായിക്കുന്നു. എന്തൊക്കെയാണ് ഇതിൻ്റെ അച്ചീവ്മെൻറ്റ്സ്? നമ്മുടെ കേരള ഡീസെൻട്രലൈസേഷൻ മോഡൽ സർവീസ് ഡെലിവറി ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഒരു മേജർ ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, പബ്ലിക് സ്കൂൾ, സാനിറ്റൈസേഷൻ പ്രോജക്റ്റ്, റൂറൽ റോഡ് തുടങ്ങിയ സെക്ടേഴ്സിൽ ലോക്കൽ ഗവൺമെൻറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ, പഞ്ചായത്ത് ലെവൽ മുതൽ കോൺട്രിബ്യൂഷൻ നടത്തി നീഡ് ബേസ്ഡ് ലോക്കൽ പ്രോജക്റ്റ്, അതായത് ആവശ്യകത അനുസരിച്ചുള്ള പ്രോജക്ട്സ് നമ്മൾ ഏറ്റവും ലോവർ ലെവലിൽ നിന്ന് തന്നെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റി. ഓരോ പ്രദേശത്തിൻ്റെയും ലോക്കൽ പ്രോബ്ലംസ് ലോക്കൽ ബോഡീസിന് കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ജെൻഡർ ബഡ്ജറ്റിംഗ്, SC/ST സബ് പ്ലാൻസ് എന്നിവ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിനെയും പാർശ്വവൽക്കരിക്കപ്പെട്ട കമ്മ്യൂണിറ്റീസിനെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും സഹായിച്ചു. കുടുംബശ്രീ വഴി സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ സ്ട്രെങ്തൻ ചെയ്യാനും സോഷ്യൽ ക്യാപിറ്റലും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, അവരുടെ പങ്കാളിത്തം കൃത്യമായിട്ട് ഉറപ്പുവരുത്തുവാൻ വേണ്ടി സഹായിച്ചു. കേരളത്തിലെ ഫിസിക്കൽ ഡീസെൻട്രലൈസേഷൻ സ്റ്റഡി ആയിട്ടൊരു സ്ട്രെങ്തൻ ചെയ്തതായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റ വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിന് അലോക്കേറ്റ് ചെയ്ത പ്ലാൻ ഫണ്ടിലെ 5765 കോടിയിൽ നിന്ന് 8269 കോടിയായിട്ട് വർഷക്കണക്കിന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഫണ്ട് യൂട്ടിലൈസേഷൻ എഫിഷ്യൻസിയും ഇവർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്.
85% 95% ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഡിലേകളും പ്രൊസീജിയറൽ ഇഷ്യൂസും എല്ലാം ചലഞ്ചസ് ഉണ്ടായിരുന്നെങ്കിൽ അത് 95% നമുക്ക് യൂട്ടിലൈസേഷൻ റേറ്റ് എത്തിക്കുവാൻ പറ്റി. ഇതേ സമയം തന്നെ ഓൺ സോഴ്സ് റവന്യൂ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിന് കുറവാണ്. ലോക്കൽ ഗവൺമെൻറ്റ്സ് എപ്പോഴും സെൻട്രൽ ഗ്രാൻറ്റും സ്റ്റേറ്റ് ഗ്രാൻറ്റിനും വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ ഡിപ്പെൻഡൻസ് ലോക്കൽ ഫിസിക്കൽ ഓട്ടോണമിയെ ലിമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും യൂട്ടിലൈസേഷൻ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് വീക്ക്നെസ് എന്ന് നോക്കുമ്പോൾ, വെതർ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ, ഓൺ സോഴ്സ് റവന്യൂവിൻ്റെ വീക്കാണ്, പ്രോപ്പർട്ടി ടാക്സ് അസസ്മെൻറ്റ് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്, ടാക്സ് കളക്ഷൻ എഫിഷ്യൻസി ഭയങ്കര കുറവാണ്, ഫണ്ട് ട്രാൻസ്ഫറിലുണ്ടാകുന്ന ഡിലേസ് പ്രോജക്റ്റിനെയും ഡിലേ ചെയ്യുന്നു, മൾട്ടി ഇയർ പ്ലാനിങ്ങിനെ ബാധിക്കുന്നു. ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ്, അക്കൗണ്ടൻസ്, പ്ലാനിങ് ഓഫീസേഴ്സ്, ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒന്നും പല പഞ്ചായത്തുകളിലും ഇല്ല. ടെക്നിക്കൽ കപ്പാസിറ്റി ഗ്യാപ്പുകൾ, ഇതുപോലുള്ള ഇഷ്യൂസ് എല്ലാം പ്രോജക്റ്റിൻ്റെ ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നു. ഈ ഫങ്ഷണൽ ഓവർലാപ്പുകൾ, ഈ ഡിപ്പാർട്ട്മെൻറ്റുകളും പല രീതിയിലും പെർഫോം ചെയ്യാത്തതിൻ്റെ ഓവർലാപ്പുകൾ ഇഷ്യൂസാണ്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ പോലുള്ള സെക്ടേഴ്സ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ലോക്കൽ ഗവൺമെൻറ് പാരലലി ഫങ്ഷൻ ചെയ്താൽ മാത്രമേ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കേരള ഡീസെൻട്രലൈസേഷൻ ഫ്രെയിംവർക്കിൽ കൃത്യമായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി മെക്കാനിസം ഉണ്ട്. ഇത് ചില ഭാഗങ്ങളിലൊക്കെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷനെയും ഓഡിറ്റിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. CAG റിപ്പോർട്ട്, ഫണ്ട് ഡൈവേർഷൻ, ഓഡിറ്റ് ഡിലേസ്, ഇംപ്രോപ്പർ എക്സ്പെൻഡിച്ചർ കാൽക്കുലേഷൻ തുടങ്ങിയ ഇഷ്യൂസ് CAG എന്ത് ചെയ്യുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്ന സോഷ്യൽ പാർട്ടിസിപ്പേഷൻ ഇൻക്ലൂസീവ് ആണെങ്കിൽ കൂടി പ്രാക്ടിക്കൽ ലെവലിൽ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഗ്രൂപ്പുകളാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ പറ്റും. സ്ത്രീകൾ, SC/SC കമ്മ്യൂണിറ്റീസ്, വീക്കർ സെക്ഷൻസ് എന്നിവയുടെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ പറ്റില്ല. പാർട്ടിസിപ്പേഷൻ ഫറ്റീഗാണ് ഗ്രാമസഭയിലെ അറ്റൻഡൻസ് കുറയുന്നത് പല പ്രദേശങ്ങളിലും നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും. എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ, എന്തൊക്കെ റിഫോംസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രക്ചറൽ റിഫോംസ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡീസെൻട്രലൈസേഷനിൽ നിന്ന് കാണാം. നമുക്ക് സ്വയം നേടുന്ന വരുമാനങ്ങൾ സ്ട്രെങ്തൻ ചെയ്യണം. പ്രോപ്പർട്ടി ടാക്സ് സിസ്റ്റം കൃത്യമായിട്ട് മോഡേണൈസ് ചെയ്തേ പറ്റൂ. GIS മാറ്റിങ്, ഡിജിറ്റൽ റെക്കോർഡ്സ്, സയൻറ്റിഫിക് വാല്യുവേഷൻ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇതൊക്കെ പലതും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൃത്യമായിട്ട് എല്ലായിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഈ ഫിസിക്കൽ ട്രാൻസ്ഫേഴ്സ് കൃത്യമായിട്ട് പ്രെഡിക്റ്റബിളും ആവണം, അത് കൃത്യമായിട്ട് എത്തുകയും വേണം. ടെക്നിക്കൽ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് കപ്പാസിറ്റി ബിൽഡിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ അക്കൗണ്ടൻറ്റ്, എഞ്ചിനീയർമാർ, പ്ലാനിങ് ഓഫീസർ എല്ലാം കൃത്യമായിട്ട് വരണം. ട്രാൻസ്പെറൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സോഷ്യൽ ഓഡിറ്റും റിയൽ ടൈം ഡാഷ്ബോർഡ്സും പബ്ലിക് ഡിസ്കോഴ്സും കൃത്യമായിട്ട്, അതായത് ജനങ്ങളിലേക്ക് ഇതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എത്തണം. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഈ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും കേരള ഡീസെൻട്രലൈസേഷൻ മോഡൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചൊരു മോഡലാണ് തന്നെയാണ്. ഹ്യൂജ് ഫിസിക്കൽ എംപവർമെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമി, ഡെമോക്രാറ്റിക് അക്കൗണ്ടബിലിറ്റി സ്ട്രെങ്തൻ ചെയ്യുന്നത് കൃത്യമായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. കൃത്യമായിട്ട് ഭാവിയിൽ നടക്കണം, എന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിസിക്കൽ ഡീസെൻട്രലൈസേഷൻ, നമ്മുടെ ഒരു ഡീസെൻട്രലൈസ്ഡ് എക്കണോമി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു മോഡലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്തായിട്ട് നമുക്ക് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണാം. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ അഥവാ SFC നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് ഫിസിക്കൽ ഗവർണൻസ് സ്ട്രെങ്തൻ ചെയ്യാൻ ആയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 73ാമത്തെ 74ാമത്തെ അമെൻമെൻറ്റിൻ്റെ വഴി ആർട്ടിക്കിൾ 234I പ്രകാരമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതനുസരിച്ച് ഓരോ സ്റ്റേറ്റിനും 5 വർഷത്തിലൊരിക്കൽ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കണം. SSCയുടെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പോലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് ഫണ്ടിങ്, റവന്യൂ ഷെയറിങ്, ഗ്രാൻഡ്, ഫിസിക്കൽ റെവല്യൂഷൻ, ലോക്കൽ ഫിനാൻസ് റിഫോംസ് എന്നിവയെക്കുറിച്ചുള്ള റെക്കമെൻഡേഷനാണ്. ഇതുവഴി ഗ്രാസ് റൂട്ട് ലെവലിൽ താഴെ തട്ടിലുള്ള ഫിസിക്കൽ ഡീസെൻട്രലൈസേഷൻ സ്ട്രെങ്തൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എഫക്റ്റീവ്ലി തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത ഒരു സ്ഥാപനമാണ്. അത് എഫക്റ്റീവായിട്ട് രൂപീകരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു സ്റ്റേറ്റാണ് നമ്മുടെ സ്റ്റേറ്റ്.
ആദ്യത്തെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ 1944 രൂപീകരിച്ചത്. അതിനുശേഷം സക്സസീവ് ആയിട്ടുള്ള SFCs നമ്മുടെ റിഫോംസ് കൊണ്ടുവരാനും ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഇക്വിറ്റി, എഫിഷ്യൻസി, ലോക്കൽ ഓട്ടോണമിയും ഉറപ്പുവരുത്തുവാനും വേണ്ടി ഇത് സഹായിച്ചിട്ടുണ്ട്. നീഡ് ബേസ്ഡ് ഫോർമുല കൊണ്ടുവരുന്നത് വഴി പിന്നോക്കം നിൽക്കുന്ന മേഖലകളിൽ ഒരു സപ്പോർട്ട് നൽകുവാൻ വേണ്ടി സഹായിച്ചു. പെർഫോമൻസ് ലിങ്ക്ഡ് ഗ്രാൻസ് വഴി നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് അക്കൗണ്ടബിൾ എഫിഷ്യൻസും ഇമ്പ്രൂവ് ചെയ്യാനും ഇൻസെൻറ്റീവ്സും നൽകി തുടങ്ങി. കേരള ഡീസെൻട്രലൈസ്ഡ് മോഡൽ നാഷണൽ ലെവലിൽ തന്നെ സക്സസ്ഫുൾ ആവാൻ കാരണം ഈ SFCയുടെ വലിയൊരു പങ്കാണ്. 15th സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നു? അതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 2016-17 കാലയളവിലാണ് വന്നത്. ഓക്കെ, സ്റ്റേറ്റിൻ്റെ നെറ്റ് ഓൺ റവന്യൂ 25% ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലെ ഡിവോൾവ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്തു. ഇതിൽ ലാർജർ ഷെയർ പഞ്ചായത്തുകളിലേക്ക് അലോക്കേറ്റ് ചെയ്ത്. കാരണം എന്താണ്? റൂറൽ അഡ്മിനിസ്ട്രേഷൻ്റെ ബേർഡൻ പഞ്ചായത്തുകളിലാണ് കൂടുതലായിട്ട് വരുന്നത്. ഹൊറിസോണ്ടൽ എവല്യൂഷൻ ഫോർമുലയിൽ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന വെയിറ്റേജ് എന്ത് ചെയ്തു? ഇവിടെയും കൊണ്ടുവന്നു. ഏരിയ, ബാക്ക്വേർഡ്നെസ്, ടാക്സ് എഫേർട്ട് എന്നിവയും നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഫോർമുലയിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. നീഡ് ബേസ്ഡ്, ആവശ്യത്തിനനുസരിച്ചുള്ള അലോക്കേഷൻ കമ്പൈൻ ചെയ്യുകയായിരുന്നു അവർ ചെയ്തത്. ഫിസ്ക്കൽ ഇക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ബാക്ക്വേർഡ് ഏരിയാസിന്, പിന്നോക്കം നിൽക്കുന്ന മേഖലകൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഈ പെർഫോമൻസ് ഗ്രാൻസും മോണിറ്ററിംഗ് മെക്കാനിസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 5th സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഫണ്ട് അലോക്കേഷൻ മാത്രമായിരുന്നില്ല അവരുടെ മെയിൻ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. അവർ പെർഫോമൻസ് ബേസ്ഡ് ഫിസ്ക്കൽ സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അതായത് നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഓൺ സോഴ്സ് റവന്യൂ കണ്ടെത്തുവാനും കൃത്യമായിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള ഓഡിറ്റ് നടത്തുവാനും അത് മെയിൻറ്റെയിൻ ചെയ്യുവാനും അത് കൃത്യമായിട്ട് അവരുടെ പെർഫോമൻസ് കൂടുന്നതിനനുസരിച്ച് ഗ്രാൻറ്റുകൾ കൂടുതൽ കൊടുക്കുവാനും വേണ്ടി റെക്കമെൻഡ് ചെയ്തു. ഓക്കെ, ഇതിലൂടെ അക്കൗണ്ടബിലിറ്റി, എഫിഷ്യൻസി ഗവൺമെൻറ്റും ഇവരെന്ത് ചെയ്തു? എൻകറേജ് ചെയ്തു. മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഡീസെൻട്രലൈസ്ഡ് ഫിസ്ക്കൽ സിസ്റ്റം മോണിറ്റർ ചെയ്യുന്നത്. മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ യൂണിറ്റ് എന്ന് പറയുന്നൊരു അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു വിങ് ആയിട്ട് രൂപീകരിച്ചു. ഫണ്ട് ട്രാൻസ്ഫർ കൃത്യമായിട്ട് സമയത്ത് നടക്കുന്നുണ്ടോ, അത് യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ടോ, അത് എഫിഷ്യൻ്റ് ആയിട്ടാണ് യൂട്ടിലൈസേഷൻ നടക്കുന്നതെന്ന് ഈ റിവ്യൂ മെക്കാനിസത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സഹായിച്ചു. ഈ റിവ്യൂവിനനുസരിച്ചിട്ടാണ് ഇവരുടെ പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതിനനുസരിച്ച് ഇവർക്ക് ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. SFCയുടെ റെക്കമെൻഡേഷൻ പ്രോഗ്രസീവ് ആണെങ്കിലും കുറച്ച് ഇംപ്ലിമെൻറ്റേഷൻ ചലഞ്ചസ് നിലനിൽക്കുന്നുണ്ട് അതിനകത്ത്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, SFC കോൺസ്റ്റിറ്റ്യൂഷൻ ഡിലേ ഉണ്ടാകുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിലേസ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിലേക്ക് ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കപ്പാസിറ്റി ഗ്യാപ്പ് ഒരു മേജർ ഇഷ്യൂ ആണ്. ഒരുപാട് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും കൃത്യമായിട്ടുള്ള ടെക്നിക്കൽ സ്റ്റാഫുകളില്ല. ഫണ്ട് യൂട്ടിലൈസേഷൻ എഫിഷ്യൻസി അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവരുടെ എല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ള പോലെ തന്നെ ഇവർക്കും ഓൺ സോഴ്സ് റവന്യൂ മൊബിലൈസേഷൻ ഇവരുടെയും വീക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർട്ടി ടാക്സ് അസസ്മെൻറ്റ് ഔട്ട്ഡേറ്റഡ് ആണ്. പിന്നെ പൊളിറ്റിക്കൽ റീസൺസും ഇതിന് കാരണമാവുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇതിനൊക്കെ പല സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം ഫങ്ഷണൽ ഓവർലാപ്പുകൾ വരുന്നതുകൊണ്ട് തന്നെ ഇത് കോർഡിനേഷൻ ഇഷ്യൂസും ഈ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷന് കാരണം ആകും. 6th 7th ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, 6th സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ കുറച്ചുകൂടെ സെൻട്രലൈസ്ഡ് എന്താ പറയുക ഡീസെൻട്രലൈസ്ഡ് ഫിസ്ക്കൽ ട്രാൻസ്ഫർ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് ഫണ്ട് ഇൻക്രീസ് ചെയ്തു, ജനറൽ പർപ്പസ് ഫണ്ട് എൻലാർജ് ചെയ്തു. ഓക്കെ,
ഇതാണ് ഇവരുടെ പിന്നെ പ്രോപ്പർട്ടി ടാക്സ് കുറച്ചുകൂടെ ഫെയർ വാല്യൂ ആയിട്ട് ലിങ്ക് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻസും ലോക്കൽ റവന്യൂ മൊബിലൈസേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതും ഈ കാലയളവിൽ രൂപപ്പെട്ട കുറച്ച് റെക്കമെൻഡേഷൻസ് ആയിരുന്നു. 2024 രൂപീകരിച്ച 7th സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ പ്രൊഫസർ KN ഹരിലാലാണ്. ഹരിലാൽ സാറ് CDSലെ പ്രൊഫസറാണ്, എക്കണോമിക്സ് ചെയർമാനാണ്. അവരുടെ ടാസ്ക് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഫിസിക്കൽ ഡീസെൻട്രലൈസേഷൻ സ്ട്രെങ്തൻ ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ നൽകുക എന്നതായിരുന്നു ഇവരുടെ മേജർ ആയിട്ടുള്ള ടാസ്ക്. നമ്മുടെ ഡീസെൻട്രലൈസേഷനിൽ ഒരു ട്രെൻഡ് എന്താണെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഫിസിക്കൽ ഡീസെൻട്രലൈസേഷൻ ഡേറ്റ കൃത്യമായിട്ട് നമ്മൾ പഠിക്കാൻ നേരത്ത് നമുക്ക് ഗ്രാജുവലി സ്ട്രെങ്തൻ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്ലാൻ ഫണ്ട് അലോക്കേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, യൂട്ടിലൈസേഷൻ റേറ്റ്, OSR റേറ്റ്, ഇതെല്ലാം നമ്മൾ ഇമ്പ്രൂവ് ചെയ്താണ് നമ്മൾ വരുന്നത്. ഓക്കെ, ഇതിനകത്ത് OSR ആണ് നമുക്കൊരു കമ്പാരിറ്റീവ്ലി വീക്കായിട്ടുള്ള ഏരിയാസ്. ലോക്കൽ ഗവൺമെൻറ്റും സെൻട്രൽ ഗ്രാൻറ്റിനും സ്റ്റേറ്റ് ഗ്രാൻറ്റിനും വേണ്ടി ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ശക്തമായിട്ടുള്ള ഒരു ഡീസെൻട്രലൈസേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ ഇവർക്ക് വരുമാന മാർഗങ്ങൾ കണ്ടെത്തുകയും അതായത് സ്ട്രെങ്തൻ ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് ട്രൂ ഡീസെൻട്രലൈസേഷൻ അച്ചീവ് ചെയ്തു നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കേരള ഡീസെൻട്രലൈസേഷൻ മോഡൽ കുറച്ച് ശക്തിപ്പെടുത്തുവാൻ വേണ്ടി 2 തരത്തിലുള്ള റിഫോംസ്, ജനറേഷൻ റിഫോംസ് അത്യാവശ്യമാണ്. പ്രോപ്പർട്ടി ടാക്സ് മോഡേണൈസ് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ GIS ബേസ്ഡ് മാപ്പിംഗ് വേണം, ഡിജിറ്റൽ സിസ്റ്റം കൊണ്ടുവരണം. ഓക്കെ, പ്രിഡിക്റ്റബിൾ ഫോർമുല ബേസ്ഡ് ട്രാൻസ്ഫേഴ്സ് ലോക്കൽ പ്ലാനിങ്ങിന് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ് ഇതെല്ലാം കൊണ്ടുവരണം. സോഷ്യൽ ഓഡിറ്റിംഗ് വേണം, റിയൽ ടൈം ഇതെല്ലാം ഡേറ്റാബേസും ഇതെല്ലാം കൃത്യമായിട്ട് നടക്കണം. കേരള ഇപ്പോഴും ഇന്ത്യയിലെ തന്നെ ഡീസെൻട്രലൈസേഷനിൽ ഒരു പൈനിയർ തന്നെയാണ്. പക്ഷേ ലോങ് ടൈം സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള മെഷേഴ്സ് സ്റ്റേറ്റ് ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തേ മതിയാവത്തുള്ളൂ. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഫിസിക്കൽ ഡീസെൻട്രലൈസേഷൻ സ്ട്രെങ്തൻ ചെയ്യാനും സ്റ്റേറ്റ് ഗവൺമെൻറ് ഫിസിക്കൽ കപ്പാസിറ്റിയും ഫിസിക്കൽ ലെവലും ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടി സഹായിക്കുന്നു. ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, ഫിസിക്കൽ എംപവർമെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ, അക്കൗണ്ടബിലിറ്റി എന്നിവ സ്ട്രെങ്തൻ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫ്യൂച്ചർ സക്സസിനും ഈ ഫിസിക്കൽ ഡീസെൻട്രലൈസേഷൻ്റെ ഫ്യൂച്ചർ സക്സസിനും സഹായകരമാകുന്ന ഫാക്ടേഴ്സാണ്. ഫിസിക്കൽ സിറ്റുവേഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. കേരളത്തിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സിസ്റ്റത്തിൽ ഒന്ന്. 73-74 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് പ്രകാരം പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിനെയും ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിനെയും എല്ലാം നമ്മൾ എന്ത് ചെയ്തു, സ്ട്രെങ്തൻ ചെയ്യുന്നു. കേരളത്തിൻ്റെ ഒരു ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ സിസ്റ്റം അത് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തും ഇംപ്ലിമെൻറ്റ് ചെയ്തുമാണ്. നമ്മുടെ പ്രാദേശിക സ്ഥാപനങ്ങൾക്കെല്ലാം അവരുടെ ബഡ്ജറ്റ് പ്ലാനിങ്, ബഡ്ജറ്റിങ്, ഡെവലപ്മെൻറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ എല്ലാം കൃത്യമായിട്ടുള്ള പവർ ലഭിക്കുക, അതവർ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ ലീഗൽ എംപവർമെൻറ്റ് മാത്രം ഒരു ലെവലിൽ കൂടുതൽ അവർക്ക് ഇല്ല. അവർ പാർട്ടിസിപ്പേഷൻ എല്ലാം കൃത്യമായിട്ടുണ്ട്. പക്ഷേ ഇവർക്കൊരു ശരിക്കുമുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു ഡീസെൻട്രലൈസേഷൻ വരണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൂടെ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം കൂടെ ഇവർക്ക് ലഭിക്കണം. ഓക്കെ, പക്ഷേ ഇവർക്ക് ഓൺ സോഴ്സ് ഗവൺമെൻറ് റവന്യൂ കൃത്യമായിട്ട് കുറവാണ്. ഓക്കെ, പിന്നെ ഫണ്ട് ഫ്ലോയും റിലയബിൾ അല്ല. അതിൻ്റെ എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷനും അക്കൗണ്ടബിലിറ്റിയും കൃത്യമായിട്ട് വന്നാൽ മാത്രമേ ഇതെല്ലാം കൃത്യമായിട്ട് നടക്കത്തുള്ളൂ. നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനങ്ങളിലേക്കുള്ള പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും പോലുള്ള എല്ലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള നമ്മുടെ പ്ലാൻ ഫണ്ട് അലോക്കേഷൻ കൃത്യമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതൊരു സ്റ്റഡി ഇൻക്രീസ് തന്നെ ഈ യൂട്ടിലൈസേഷനിലും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പ്ലാൻ ഫണ്ട് അലോക്കേഷൻ 5765 കോടിയാണ് 2015-16 2022-23 കാലഘട്ടത്തിൽ 8,000 കോടിയിലോട്ട് നമ്മൾ വിടുന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫിസിക്കൽ കമ്മിറ്റ്മെൻറ്റ്, ഡീസെൻട്രലൈസേഷനുള്ള ഫിസിക്കൽ കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് അത് കാണിക്കുന്നത്. പ്ലാൻ യൂട്ടിലൈസേഷൻ, ഇത് ഫണ്ട് യൂട്ടിലൈസേഷൻ 85% നിന്ന് 90% ഓൾമോസ്റ്റ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്.
കോവിഡ് പോലുള്ള പാൻഡമിക് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ യൂട്ടിലൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൃത്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഓൺ സോഴ്സ് റവന്യൂ ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നത് തന്നെ കാണാം. അത് ഭയങ്കരമായിട്ട് നമ്മൾ ഡിപ്പെൻഡൻറ്റും ആണ്. ഓക്കെ, അതിനുള്ള പ്രശ്നങ്ങൾ ഇഷ്യൂസും എല്ലാം നമ്മൾ നേരത്തെയും കണ്ടതാണ്. അതെങ്ങനെ സോൾവ് ചെയ്യാൻ നമ്മൾ കണ്ടതാണ്. എക്സ്പെൻഡിച്ചർ സ്ട്രക്ചർ ബാലൻസ്ഡ് അല്ല എന്നുള്ളതാണ് മേജർ ഇഷ്യൂ. നമ്മുടെ സ്റ്റേറ്റ് ഫേസ് ചെയ്യുന്ന പോലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് നമ്മുടെ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകളുടെ ഒരു മേജർ ചങ്ക് തന്നെ കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുവാനുള്ള അവൈലബിൾ ഫണ്ട്, അത് ഇൻഫ്രാസ്ട്രക്ചർ, ഹൗസിങ് പോലുള്ള ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിന് വേണ്ടിയുള്ള ഫണ്ടിങ് കുറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, സെൻട്രൽ സ്പോൺസേഡ് സ്കീമും ഗ്രാൻറ്റുകളിലേക്കും എന്നിവ ഒരു ഫ്ലെക്സിബിലിറ്റി കുറയ്ക്കുന്നുണ്ട്. ഭയങ്കര ടൈഡ് അപ്പ് സ്കീംസ് ആണ് ഇതെല്ലാം. ഓക്കെ, കോവിഡിൻ്റെ പീരീഡിൽ എമർജൻസി റെസ്പോൺസ് സ്പെൻഡിങ് വർദ്ധിച്ചതോടെ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് എന്ത് ചെയ്തു? ഡിലേ ആയി. എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ റാഷണലൈസേഷൻ, എഫിഷ്യൻറ്റ് സ്പെൻഡിങ്, ഡെവലപ്മെൻറ്റൽ പ്രയോറിറ്റിക്ക് വേണ്ടിയുള്ള സ്പെൻഡിങ്ങും കൂടണം. അതായത് വികസനത്തിന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാതെ ഇതൊന്നും ബെറ്റർ ആവാൻ പോകുന്നില്ല. ഫിസിക്കൽ ഡീസെൻട്രലൈസേഷൻ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ മാത്രമല്ല, ഇതൊക്കെ എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചലഞ്ചസും അഡ്മിനിസ്ട്രേറ്റീവ് ചലഞ്ചസും ഇതിനകത്തുണ്ട്. ഓക്കെ, ഫണ്ട് കൃത്യസമയത്തിന് വരുന്നില്ല, അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ട്രഷറിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് അത് പ്രോജക്റ്റ് എക്സിക്യൂഷനെ ബാധിക്കുന്നുണ്ട്. പിന്നെ പഞ്ചായത്തുകളിൽ ഈ ടെക്നിക്കൽ എക്സ്പേർട്സ് ഇല്ല, ക്വാളിറ്റി DPR പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, ഇവരുടെ ഫിസിക്കൽ ലിറ്ററസി എലക്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനുള്ള ഇഷ്യൂസ്, അതെല്ലാം ബ്യൂറോക്രസിയെ ബാധിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, SFCസും ഫിനാൻസ് കമ്മീഷനും കിലയും എല്ലാം ഇതിനു വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കാണെങ്കിൽ പോലെ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് കിലയുമായിട്ട് ചേർന്നിട്ടൊരു പ്രോഗ്രാം വരെയുണ്ട്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് LSC തമ്മിലുള്ള ഫങ്ഷണൽ ഓവർലെസ്, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇഷ്യൂസും കൺഫ്യൂഷൻസും ഒക്കെ ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഡിജിറ്റൽ ഇൻ്റഗ്രേഷനും കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ ഇത് ഡിജിറ്റൽ ഗവർണൻസ് ആണ്. റിയൽ ടൈം ഇൻ്റഗ്രേഷൻ ഇപ്പോഴും ഇൻകംപ്ലീറ്റും ആണ്. ഇതെല്ലാം പിന്നെ ഇത് മാത്രമല്ല, ഫിനാൻഷ്യൽ റിഫോംസും ഡെമോക്രാറ്റിക് അച്ചീവ്മെൻറ്റും. ഫിനാൻഷ്യൽ റിഫോംസ് മാത്രമല്ല ഇവിടെ വേണ്ടത്, ഒരു ഡെമോക്രാറ്റിക് അച്ചീവ്മെൻറ്റും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വേണം. ഗ്രാമസഭകൾ വഴി സാധാരണ ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എന്താണ് പ്ലാനിങ് പ്രോസസ്സ്, ഓക്കെ, അതിൽ സാധാരണ ജനങ്ങളുടെ ഉള്ള പാർട്ടിസിപ്പേഷനും കൂടണം. സുലേഖ, സേവന, ഐക്യം പോലുള്ള ഇൻഫർമേഷൻ നോളജ് മിഷൻ പോലുള്ള ഗവൺമെൻറ് പ്ലാറ്റ്ഫോംസ് കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി, എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. 2018 ഫ്ലഡിൻ്റെ സമയത്താണെങ്കിലും വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തും കോവിഡിൻ്റെ സമയത്തും എല്ലാം ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ എഫിഷ്യൻസി നമ്മൾ കൃത്യമായിട്ട് കണ്ടാണ്. അവർ ഇത് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ഈ കോവിഡിൻ്റെ മോഡലും ഫ്ലഡിൻ്റെ ടൈമിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അത്രയും ഏകോപിച്ച് നമുക്ക് നടത്താൻ പറ്റിയത്. റിലീഫ് ഓപ്പറേഷൻ്റെ കാര്യത്തിലാണെങ്കിലും പബ്ലിക് ഹെൽത്ത് ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിലും കമ്മ്യൂണിറ്റി സപ്പോർട്ട്, ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കാതെ കൃത്യമായിട്ട് എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കാൻ കേരളത്തിൻ്റെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് കൃത്യമായിട്ട് പ്രവർത്തിച്ചത് നമ്മൾ പല തരത്തിലും കണ്ടതാണ്. ഭാവിയിലേക്ക് വേണ്ടി നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർട്ടി ടാക്സ് മോഡേണൈസ് ചെയ്യണം, GS ബേസ്ഡ് അസസ്മെൻറ്റ് വരണം, അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി, അതായത് നല്ല സ്റ്റാഫുകൾ, ടെക്നിക്കൽ എക്സ്പേർട്സ് ഇതെല്ലാം വരണം. പെർട്ടിക്കുലർ ഫോർമുല ബേസ്ഡ് ട്രാൻസ്ഫേഴ്സ്, കൃത്യമായിട്ടുള്ള ട്രാൻസ്ഫറുകൾ നടക്കണം. പെർഫോമൻസ് ലിങ്ക്ഡ് ഗ്രാൻറ്റുകൾ ഇപ്പോഴുണ്ടെങ്കിൽ അത് എഫിഷ്യൻ്റ് ആയിട്ട് എൻകറേജ് ചെയ്യും. കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് മാത്രമേ കൊടുക്കുവാനും പാടുള്ളൂ. ട്രാൻസ്പെറൻസി കൊണ്ടുവരണം. സോഷ്യൽ ഓഡിറ്റും പബ്ലിക് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിക്കുന്നതെന്ന്. ഓക്കെ, കേരളത്തിൽ ഡീസെൻട്രലൈസ്ഡ് മോഡൽ ഇപ്പോഴും ഒരു ബെഞ്ച് മാർക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇന്ത്യയിലെ വൺ ഓഫ് ദ മേജർ ഡീസെൻട്രലൈസ്ഡ് മോഡൽ കേരളത്തിൻ്റെ തന്നെയാണ്. നമ്മുടെ പ്രയോറിറ്റി ബേസ്ഡ് ഗവൺമെൻറ്റ്സ്, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, ഹൈ യൂട്ടിലൈസേഷൻ, എഫിഷ്യൻസി തുടങ്ങിയ അച്ചീവ്മെൻറ്റ്സ് കേരളത്തിൻ്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഓൺ സർവീസ് റവന്യൂവിൻ്റെ പ്രശ്നങ്ങൾ, ഗ്രാൻഡിലുള്ള ഡിപ്പെൻഡൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള ഫങ്ഷണൽ ഓവർലാപ്സ്, ഇഷ്യൂസ്, ഗ്യാപ്പുകൾ, ഇതെല്ലാം നമ്മുടെ വീക്ക്നെസ് ആയിട്ട് തുടരുന്നുണ്ടെങ്കിൽ പോലും നമ്മളിപ്പോഴും ഒരു മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. നമ്മുടെ ഒരു മോഡൽ ഇപ്പോഴും കൃത്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഓക്കെ,
ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഇല്ലാതെ ഒരു ഡീസെൻട്രലൈസ്ഡ് സസ്റ്റൈനബിലിറ്റി ഉണ്ടാകാൻ പോകുന്നില്ല. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസും ട്രാൻസ്പെറൻറ്റിയും സസ്റ്റൈനബിൾ ഗവൺമെൻസും എന്നിവ സ്ട്രെങ്തൻ ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മുടെ ഗവൺമെൻസിന്, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻസിൻ്റെ ബെഞ്ച് മാർക്കിന് എല്ലാം കൃത്യമായിട്ട് നടക്കേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. ഇതാണ് ഈ പോർഷനിൽ നമുക്ക് സംസാരിക്കുവാൻ ഉള്ളത്.